ഇന്ന് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണ്. ദേവീക്ഷേത്രങ്ങളിലൊക്കെ തൃക്കാർത്തിക മഹോത്സവമായി ആഘോഷിക്കുകയാണ്. നവരാത്രി പോലെ പ്രാധാന്യമർഹിക്കുന്ന ആ തൃക്കാർത്തിക വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വിശേഷാൽ പൂജകൾ, ലക്ഷദീപം തെളിക്കൽ ഒക്കെ നടക്കുന്നു. കോട്ടയം കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് എം രാഗേഷും, കാക്കനാട് പാട്ടുപുരക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് അഞ്ജന അനിൽകുമാറും നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ ആദ്യം എം രാഗേഷിലേക്ക്. എം രാഗേഷ്, കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ വിപുലമായ ആഘോഷങ്ങളാണോ ഇക്കുറിയിൽ? തീർച്ചയായും സുജയ, നമ്മളിപ്പോൾ കാണുന്നത് തൃക്കാർത്തികയാണ്. അതുകൊണ്ട് തന്നെ കോട്ടയത്തെ കുമാരനെല്ലൂർ ക്ഷേത്രത്തിലും തൃക്കാർത്തികയോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് നടക്കുന്നത്. ദിവസങ്ങളായി ഇവിടെ ചെറിയ തരത്തിലുള്ള ആഘോഷങ്ങളും മറ്റും നടന്നു വരികയാണ്. നമുക്കറിയാം, ദേവീക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എന്ന് പറയുന്നത്. ഇന്നേ ദിവസം ദേവീക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ലക്ഷദീപം തെളിയിക്കലും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇതേ ദിവസം ഇത്തരത്തിൽ ആഘോഷമാക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആചാരം നടത്തുന്നതിലൂടെ അന്ധകാരത്തെ മാറ്റി ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ദേവീക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുമാരനെല്ലൂർ ക്ഷേത്രത്തിലും നേരത്തെ തന്നെ ഭക്തർ എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഭക്തർ ദീപം തെളിയിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ഏകദേശം 6:30 മണിയോടുകൂടിയായിരിക്കും ഇത്തരത്തിലുള്ള ദീപം തെളിയിക്കൽ പൂർണ്ണ അർത്ഥത്തിലേക്ക് എത്തുക. ഇപ്പോൾ തന്നെ ഏകദേശം ദീപാരാധനയ്ക്ക് വേണ്ടി നിരവധി ഭക്തരാണ് കാത്തു നിൽക്കുന്നത്. നട തുറക്കുന്നതോടുകൂടി അത്തരത്തിലുള്ള ഒരു പൂജകളും മറ്റും ആരംഭിക്കുകയും നാളെയാണ് സമാപിക്കുന്നത്. കോട്ടയം കുമാരനെല്ലൂർ ക്ഷേത്രത്തിലെ തൃക്കാർത്തിക കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. ഉത്സവമായി നടക്കുന്നു. അതിൽ ഇപ്പോൾ നമ്മൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണുന്നു. 6:30 അതൊരു പൂർണ്ണതയിലേക്ക് എത്തുക. പാട്ടുപുരക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അഞ്ജന, ഉത്സവത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നത് പോലെയാണ് അഞ്ജനയെ കാണുമ്പോൾ. എങ്ങനെയുണ്ട് പാട്ടുപുരക്കാവിലെ ക്രമീകരണങ്ങൾ? ദീപം തെളിച്ചോ? ഗുഡ് ഈവനിങ് സുജയ. ഞാനിപ്പോൾ ഉള്ളത് കാക്കനാട് പാട്ടുപുരക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടെ തൃക്കാർത്തിക ആഘോഷങ്ങളുടെ ഭാഗമായി ദീപങ്ങൾ തെളിയിക്കാനായി പോവുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളിലാണ്. നമുക്കറിയാം, തൃക്കാർത്തികയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് സന്ധ്യാനേരത്ത് വീടുകളിലാണെങ്കിലും ക്ഷേത്രങ്ങളിലാണെങ്കിലും മൺചിരാതുകളും വിളക്കുകളും എല്ലാം തെളിയിക്കും. അങ്ങനെ അതിൻ്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഒരുപാട് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ഇവിടെ വിളക്കുകളാണെങ്കിലും മൺചിരാതുകളാണെങ്കിലും എല്ലാം തന്നെ എണ്ണയും തിരിയും എല്ലാം ഒഴിച്ച് തയ്യാറാക്കി വെച്ചിരുന്നു. ഇപ്പോൾ ഇനി ആ സമയമാകുമ്പോൾ ദീപങ്ങൾ തെളിയിക്കാനായി പോവുകയാണ്. അതിനായി ഇവിടെ ക്ഷേത്ര ഭാരവാഹികളും മറ്റു ഭക്തരും എല്ലാം തന്നെ വിളക്കുകൾ തെളിയിക്കാനായി നിൽക്കുകയാണ്. ഈ ക്ഷേത്രത്തിന് ചുറ്റുവിളക്കുകളാണെങ്കിലും അത് കൂടാതെ ഈ ക്ഷേത്ര പരിസരം മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ നിറയെ മൺചിരാതുകളും വിളക്കുകളും മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. ഇപ്പോൾ ക്ഷേത്രത്തിൽ വിളക്ക് തെളിയിക്കുകയാണ് തൃക്കാർത്തിക ആഘോഷത്തിന്റെ ഭാഗമായി. എറണാകുളം കാക്കനാട് പാട്ടുപുരക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എല്ലായിടങ്ങളിലും ആ ക്ഷേത്രം മുഴുവൻ ദീപം തെളിക്കുന്ന ചടങ്ങുകൾ എല്ലായിടങ്ങളിലും നടക്കും. വീടുകളിലുമൊപ്പം ദീപം തെളിയിക്കുന്ന നിമിഷങ്ങളാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. അഞ്ജന അനിൽകുമാറും എം രാഗേഷുമാണ് വിവരങ്ങൾ നൽകിയത്.